സംസ്ഥാന കൃഷി വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിൽ ശ്രീ A.V. തോമസിന്റെ സംരംഭമായ ജുവൽ ഓർക്കിഡ് ഗാർഡന്റെ മനോഹര കാഴ്ചകളിലേക്ക്. എൻ്റെ പേര് തോമസ് എന്നാണ്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര്, ഞങ്ങൾ താമസിക്കുന്നത് കരിമങ്കുന്ന് എന്ന സ്ഥലത്താണ്, കൈതയ്ക്കൽ കരിമങ്കുന്ന്. പിന്നെ ഈ വയനാട്ടിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം എനിക്കിതിനോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ഓർക്കിഡിനോട് ഒരു 15 കൊല്ലം മുമ്പ് എനിക്ക് ഒരു ചെടി കിട്ടി. കൽപ്പറ്റ ഫ്ലവർ ഷോയിൽ നിന്നാണ് ഞാൻ അത് മേടിച്ചത്. ആ ചെടി ഞങ്ങൾ കൊണ്ടുവന്ന് നന്നായി വളർന്ന് നല്ല പൂക്കളുണ്ടായി. അപ്പം വീണ്ടും ഒരു കുറച്ച് ചെടി കൂടി എൻ്റെ മക്കൾ കൊണ്ട് തന്നെ എനിക്ക് ഒരു 5 ചെടി അത് നന്നായി നട്ടുപിടിപ്പിച്ചു. അതിലും നല്ല പൂക്കളുണ്ടായി. അപ്പോൾ ഇത് കണ്ട് ആൾക്കാർക്ക് ഇതിനോട് വളരെ ഭ്രമം തോന്നി. ഇതെവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ഇതിൻ്റെ വില എന്താണ്, ഇങ്ങനെ നല്ല അന്വേഷണങ്ങൾ വന്നു. അപ്പോൾ അവർക്കും കിട്ടണമെന്ന് താല്പര്യമായി. എന്നാൽ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു എന്നാലും ഇങ്ങനെ ഒരു നേഴ്സറി തുടങ്ങിയാൽ എന്താണെന്നുള്ളൊരു തോന്നൽ തന്നു. ഇപ്പം ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ തുടക്കം ഒരു 50 സ്ക്വയർ മീറ്റർ ഒരു ഷെഡിലായിരുന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു 450 സ്ക്വയർ മീറ്റർ ഷെഡുകളിൽ ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത്. ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറൊരു നേഴ്സറി കൂടിയുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ തൈകൾ പാകപ്പെടുത്തി ഒരു ഫ്ലവർ ആകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഞങ്ങൾ ഇത് കളക്ട് ചെയ്യുന്നത് കേരളത്തിലെ ഏജൻസികളിൽ നിന്നാണ്. പല ഏജൻസികളുണ്ട്, അവരോട് ഞങ്ങൾ കളക്ട് ചെയ്യുന്നു. കൊണ്ടുവരുമ്പോൾ വളരെ ഫീൽഡിങ് ചെറുതായിരിക്കും, വളരെ സ്മോളായിരിക്കും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പോട്ട് ചെയ്ത് വളർത്തി പൂവാക്കി കൊണ്ടുവന്നിട്ടാണ് ഇത് വിൽക്കുന്നത്. ബഡ് ആകുമ്പോഴാണ് ഞങ്ങൾ ഈ നഴ്സറിയിലേക്ക് കൊണ്ടുവരികയും അത് സെയിൽ ചെയ്യുകയും ചെയ്യുന്നത്. ഞങ്ങൾക്കിതിന് ഏറ്റവും സഹായമായത് കൃഷിഭവനാണ്. പനമരം കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം സഹായം ലഭിച്ചു. നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾക്ക് കിട്ടി. അതുപോലെ അതോടൊപ്പം തന്നെ കൃഷിയെ എങ്ങനെ നന്നായി പരിപാലിക്കാം, അതിൻ്റെ കേടുപാടുകൾക്ക് എങ്ങനെ എല്ലാം ചെയ്യാം എന്നുള്ള സഹായം കിട്ടി. അതുകൂടാതെ തന്നെ സാമ്പത്തിക സഹായവും കിട്ടി. പിന്നെ ഇതിൻ്റെ പരിചരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇത് ചെറിയ തൈ കൊണ്ടുവന്ന് പോട്ടിങ് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും ഇതിൻ്റെ അസുഖം നോക്കണം. ഏറ്റവും പ്രശ്നം അച്ചിലാണ്. അച്ചിലിനെ നമ്മൾ രാത്രി ഒരു 9 മണിയാകുമ്പോൾ ടോർച്ച് എടുത്ത് ഇറങ്ങിയിട്ട് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് അതിനെ പിടിച്ചിട്ട് അതിലൊഴിച്ചു കൊടുത്താൽ അത് അന്നേരം തന്നെ ചത്തുപോയിക്കോളും. പിന്നെ കൂടാതെ നമ്മൾ ഇതിന് വരുന്ന ചെറിയ ചെറിയ ഡാമേജുകളുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഫംഗിസൈഡ് നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കണം. കൂടാതെ ഇത് പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫംഗിസൈഡിൽ എല്ലാം കരി, ചാർക്കോളും അതുപോലെ തന്നെ ചകിരി, ഓടും കഴുകി ഉണക്കിയെടുത്തിട്ട് വേണം പോട്ട് ചെയ്യാൻ. കൂടാതെ ഇതിന് വരുന്ന കേടുകൾക്ക് നമുക്ക് പലവിധ മരുന്നുകൾ കിട്ടാറുണ്ട്. എനിക്ക് കൃഷിഭവനിൽ നിന്ന് തന്നെ പറഞ്ഞു തന്ന മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ വളപ്രയോഗമായിട്ട് ആമിനോ ആസിഡ്, അതുപോലെ തന്നെ മറ്റ് വളപ്രയോഗങ്ങൾ. പിന്നെ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന രാസവളം എന്ന് പറയുന്നത് ഗ്രീൻ കെയറിൻ്റെ വളമാണ്. അത് ഫ്ലവറിങ്ങിനുള്ളതുകൊണ്ട് ഗ്രോത്തിനുള്ളതുകൊണ്ട് അത് ആഴ്ചയിൽ മാറി മാറി ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പുഷ്പങ്ങൾ കിട്ടുള്ളൂ. നമ്മൾ ജൈവവളം തന്നെ കൊടുക്കുന്നത് കാര്യമില്ല. ചെടി നന്നായി തഴച്ചു വളരും. പക്ഷേ പൂവാകണമെങ്കിൽ നമ്മൾ കുറച്ച് രാസവളം ഉപയോഗിച്ചേ തീരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 100 മുകളിൽ ഇനങ്ങളുണ്ട് ഓർക്കിഡ്. അപ്പോൾ അതെല്ലാം ഇവിടെ തന്നെ ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ ഞങ്ങൾക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഡെൻഡ്രോബിയം അതുപോലെ തന്നെ പെൻലോസിസും വാൻഡിയാണ് ഞങ്ങൾ ആദ്യം തുടക്കം തുടങ്ങുന്നത്. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ 2 ഷെഡും കൂടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ 100-ലധികം ഇനങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ ഓർക്കിഡ് വളർത്ത് വളരെ എളുപ്പമാണ്. ഈ ജോലിയിൽ നിന്ന് വിരമിച്ചവരായാലും കുറച്ച് പ്രായാധിക്യമുള്ളവർക്കായാലും ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ് ഓർക്കിഡ് കൃഷി. അതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് ചാണകപ്പൊടിയോ മറ്റു വളങ്ങളോ ഒന്നും ഇടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എവിടെയും വളർത്താൻ കഴിയും. അത് വളരെ വൃത്തിയായിട്ട് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് ഒരു മാനസികോല്ലാസം തന്നെയല്ല, മറ്റു പലവിധ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനവും കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഓരോ ദിവസവും നമുക്ക് വളരെയധികം സന്തോഷത്തോടെ ഇതിനെ നോക്കി കാണാൻ കഴിയും. ഇത് സെയിൽ ചെയ്യുന്നതിന് നമുക്ക് അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിവിടെ ചെയ്യുന്നത് ഓൺലൈനാണ്. ഓൺലൈനിൽ ഞങ്ങൾക്ക് ധാരാളം ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഓർഡർ പ്രകാരം കിട്ടുന്ന ചെടികൾ ഞങ്ങൾ വളരെ സൂക്ഷിച്ച് പേക്ക് ചെയ്ത് അത് അയച്ചു കൊടുക്കാറുണ്ട്. അവർക്ക് വളരെ കെയറായിട്ട് തന്നെ അത് കിട്ടാറുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നേരിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ തന്നെ ധാരാളം ചെടികൾക്ക് ആവശ്യപ്പെട്ട് വരികയും അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കൊണ്ടുപോയിട്ട് അവർക്ക് നല്ല അഭിപ്രായമാണ്. എന്നാണെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങൾ ഇവിടെ തന്നെ വളർത്തി അത് സെയിൽ ചെയ്യുന്നതാണ്. അല്ലാതെ ഞങ്ങൾ നേരിട്ട് പൂക്കളുള്ള ചെടികൾ കൊണ്ടുവന്നിട്ട് ഇന്ന് കൊണ്ടുവന്നു നാളെ സെയിൽ ചെയ്യുന്ന രീതിയല്ല. ഇവിടെ വരുന്നവർക്ക് അത് കാണാൻ കഴിയും. ഞങ്ങൾ വളർത്തി അതിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ പൂക്കളും കണ്ടിട്ടെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.
ഹോം സ്റ്റെഡ് ബിസിനസ്, അഗ്രി ബിസിനസ് യൂണിറ്റുകൾ ഒത്തിരി നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ കൺവെൻഷണൽ രീതിയിലുള്ള നമ്മുടെ അച്ചാറുകൾ അല്ലെങ്കിൽ പിന്നെ ചിപ്സുകൾ അങ്ങനത്തെ കണ്ട്. പക്ഷേ ഹൈ വാല്യൂ ക്രോപ്പിൽ നമ്മൾ അതും വീട്ടുമുറ്റത്ത് വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തോമസ് ഏട്ടനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹൈ വാല്യൂ ക്രോപ്പ് ഈ ചെറിയൊരു യൂണിറ്റിൽ എങ്ങനെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തമ ഉദാഹരണമാണ്. പിന്നെ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം കൃഷിയുമായി വകുപ്പുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു, ഒരു 50 സ്ക്വയർ മീറ്ററിൽ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ വെച്ച് അദ്ദേഹം തുടങ്ങിയ ഒരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കട്ട് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SHMൻ്റെ സ്കീമിലൂടെ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. അത് ഏകദേശം പലർക്കും അറിയാത്തൊരു സ്കീമാണ്. നമുക്ക് കട്ട് ഫ്ലവറിലൂടെ നമുക്ക് നമ്മുടെ പല കട്ട് ഫ്ലവറിനും നമ്മൾ സ്കീമുകൾ കൊടുക്കുന്നുണ്ട് കൃഷി വകുപ്പ്. അപ്പോൾ അതിൽ നമ്മൾ അത് 40% സബ്സിഡിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കുകയും അതിലൂടെ അവർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. അത് നല്ല രീതിയിൽ വിജയിപ്പിച്ചു. ആ വർഷം തന്നെ അദ്ദേഹം ഈ ഒരു ചെറിയ യൂണിറ്റ് പോരാ, എനിക്ക് അത് ഒന്നും കൂടെ വിപുലമാക്കിയാൽ കൊള്ളാം എന്ന് നമ്മൾ അറിയിക്കുകയും നമ്മുടെ ഒരു ഷെയ്ഡ് നെറ്റ് എന്നൊരു സ്കീം നമുക്ക് ഏകദേശം 408 രൂപ സ്ക്വയർ മീറ്ററിന് നമ്മൾ കൃഷി വകുപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഷെയ്ഡ് നെറ്റ് കൊടുക്കുകയും ഏകദേശം ഒരു 1,30,000-ഓളം രൂപ നമ്മൾ അദ്ദേഹത്തിന് ഈ ഷെയ്ഡ് നെറ്റിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൃഷിഭവൻ്റെ വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ കർഷകർക്ക് ആനുകൂല്യം നൽകുമ്പോൾ അത് എത്രത്തോളം വിജയകരമായി എന്നുള്ളത് നമ്മൾ തുടർച്ചയായി അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്താറുണ്ട്. ഓർക്കിഡ് കൃഷിയും നഴ്സറിയും ലാഭകരമായി എങ്ങനെ ചെയ്യാമെന്ന് തോമസ് ചേട്ടൻ തെളിയിച്ചിരിക്കുകയാണ്. ഓർക്കിഡ് കൃഷിയിലേക്കും നഴ്സറിയിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും തോമസ് ചേട്ടൻ ഒരു പ്രചോദനമാണ്. ജ്വൽ ഗാർഡൻ എന്ന ഈ നഴ്സറിയിലേക്ക് നേരിട്ട് വന്ന് ഏവർക്കും ഇത് പഠിക്കാവുന്നതാണ്.